കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായ പാട്ടുബാക്കി വീണ്ടും അരങ്ങിലെത്തി. കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ദാമോദരൻ 1936 രചിച്ച നാടകം 9 പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ ആവിഷ്കാരവുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. തൃശൂർ ഞമനേങ്ങോട് തിയേറ്റർ വില്ലേജിന്റെ 50ാമത് നാടകമായാണ് പാട്ടുബാക്കി പുനരാവിഷ്കരിച്ചത്. ഞമ്മനങ്ങോട് കടലായി മനയിലിരുന്നാണ് കെ ദാമോദരൻ പാട്ടുബാക്കി രചിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കേരള മണ്ണിൽ വേരുറപ്പിക്കാൻ കരുത്തു പകർന്ന നാടകമായാണ് പാട്ടുബാക്കി അറിയപ്പെടുന്നത്. 90 വർഷങ്ങൾക്കിപ്പുറം പിറവികൊണ്ട അതേ മണ്ണിൽ തന്നെ പാട്ടുബാക്കി വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന അവതരണത്തിൽ സിനിമ സീരിയൽ താരങ്ങളും പ്രദേശവാസികളുമടക്കം 40-ലധികം കലാകാരന്മാരാണ് വേഷമിട്ടത്. പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത നാടകത്തിന്റെ പുനരാഖ്യാനം നിർവഹിച്ചത് തിരക്കഥാകൃത്തായ പ്രദീപ് ശിവശങ്കറാണ്. പഴയ ഇതിവൃത്തത്തിൽ പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നാടകം അവതരിപ്പിച്ചത്. നാടകം രചിക്കപ്പെട്ട കാലത്ത് ഞമ്മനങ്ങോട് പ്രദേശത്തെ സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ EMS സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, KC അപ്പുക്കുട്ടൻ, പൊതുപ്രവർത്തകൻ EUT എന്നിവരും പുതിയ രചനയിൽ കഥാപാത്രങ്ങളായി വേദിയിലെത്തി. ജാതിവർണ്ണ വിവേചനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും കേരളം നടത്തിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക കൂടിയായിരുന്നു ഈ കലാസൃഷ്ടിയുടെ ലക്ഷ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഞമ്മനങ്ങോട് തിയേറ്റർ വില്ലേജിന്റെ 50ാമത് നാടകമായാണ് പാട്ടുബാക്കി അരങ്ങിലെത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.